നമ്മൾ ഒന്നുകിൽ എതിർത്തുകൊണ്ട് തന്നെ തോൽപ്പിക്കുക, രണ്ടാമത്തെ സ്നേഹിച്ച് അവരെ മാറ്റുക. പിന്നെ വ്യത്യസ്തമായ ഉപദൈവങ്ങൾ ഒരേ ക്ഷേത്രത്തിൽ കാണും. ഒരു ഭാരതീയ മുസ്ലിമായിട്ട് ഇവർ മാറുമായിരുന്നു. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ അമ്പലങ്ങളുടെ ഒരു ഭാഗത്ത് ഒരു പക്ഷെ കുരിശു വന്നേനും, ഒരു ഭാഗത്ത് ഒരു പക്ഷെ നിസ്കരിക്കുന്ന ഒരു കാരണം എല്ലാം ഒരു മതിൽക്കെട്ടിനകത്തേക്ക് നമ്മൾ കൊള്ളുവായി. നമ്മളെല്ലാവരെയും മുസ്ലിം ആക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് അവർ ധരിക്കുമ്പോൾ അവരെ തിരുത്താൻ രണ്ട് ധാരയുണ്ട്. ഒരു ധാര എന്താ? നമ്മൾ ഒന്നുകിൽ എതിർത്തുകൊണ്ട് തന്നെ തോൽപ്പിക്കുക, രണ്ടാമത്തെ സ്നേഹിച്ച് അവരെ മാറ്റുക. അവരെ സ്നേഹിച്ച് മാറ്റുക. നമ്മൾ ഒരു പക്ഷേ ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഹിന്ദു ധർമ്മം എല്ലാറ്റിനെയും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ പരമശിവനെ പിന്നെ അപൂർണമായി വലത്ത് വയ്ക്കും, നമ്മൾ മറ്റേ മഹാവിഷ്ണുവിന് പൂർണ്ണമായി വലത്ത് വയ്ക്കും, ഗണപതിക്ക് മുന്നിൽ നമ്മൾ ഏത്തമിടും. ഇങ്ങനെ വ്യത്യസ്തമായ ഉപദൈവങ്ങൾ ഒരേ ക്ഷേത്രത്തിൽ കാണാം. ഇതൊക്കെ വ്യത്യസ്തമായ ധാരകളിൽ കൂടി വന്നിട്ടുള്ളത് തന്നെയാണ്. ഇപ്പം ശൈവമുണ്ട്, ശൈവം വേറെയാണ്, വൈഷ്ണവം വേറെയാണ്, ശാക്തേയം വേറെയാണ്, കൗമാരമുണ്ട്, ഗാണപത്യമുണ്ട്. ഇതൊക്കെ വേറെ വേറെ ആരാധനാ രീതികളാണ്. പക്ഷേ ഇത് സനാതനധർമ്മം ഇതിനെ എല്ലാം ഒരു അമ്പലത്തിനുള്ളിൽ എത്തിച്ചു. എനിക്ക് തോന്നുന്നത് ഒരു വേറിടൽവാദം നടത്തില്ലായിരുന്നുവെങ്കിൽ ഇവർ ക്രിസ്ത്യാനി, ഇപ്പോൾ ഗോവ ഇൻക്വിസിഷൻ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, ഗോവയിൽ അവിടെ നിന്നൊക്കെയുള്ള ഇവരുടെ കളി തുടങ്ങണത്, ആ ഗോവ ഇൻക്വിസിഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അതും അല്ലെങ്കിൽ മറ്റേ ടിപ്പുവിൻ്റെ പടയോട്ടമോ അല്ലെങ്കിൽ മറ്റേ മുഗളന്മാരുടെ സുൽത്താൻമാരുടെ പീഡനങ്ങളോ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ചിന്തിക്കാനേ പറ്റുള്ളൂ നമുക്ക്, ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു ഭാരതീയ മുസ്ലിമായിട്ട് ഇവർ മാറുമായിരുന്നു. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ അമ്പലങ്ങളുടെ ഒരു ഭാഗത്ത് ഒരു പക്ഷെ കുരിശു വന്നേനും, ഒരു ഭാഗത്ത് ഒരു പക്ഷെ നിസ്കരിക്കുന്ന ഒരു കാരണം എല്ലാം ഒരു മതിൽക്കെട്ടിനകത്തേക്ക് നമ്മൾ കൊള്ളുമായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ അത് കൊള്ളിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ എന്തും കൊള്ളും, അവിയലിൽ എന്തും പറ്റും, അവിയലിൽ ഏത് കഷ്ണം പോവും, പക്ഷെ വിഷട്ടാൻ പറ്റില്ലല്ലോ, അത് നമുക്ക് പറ്റില്ല എന്നുള്ള ഉറപ്പ്. അപ്പൊ ആ തരത്തിൽ അവർ മാറി നിൽക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇതിനോട് ചേരില്ല, മാത്രമല്ല ഇതിനെ ഇല്ലാതെയാക്കലാണ് ഞങ്ങളുടെ കടമ എന്ന് പറയുമ്പോൾ ഭാരതം അവിടെ തോറ്റുപോയി. അവരെ ഈ വലിയൊരു വട്ടത്തിനകത്തേക്ക് ആക്കുന്നതിൽ, കാരണം അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ പിടിവാശി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഞങ്ങളുടേത് മാത്രമാണ് ശരി എന്നുള്ള സങ്കുചിതത്വം കൊണ്ട്, ഈ നമ്മുടെ ഈ വിശാലത കൊണ്ട് വലിയ കാര്യം ഉണ്ടായില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പറയുന്ന ഭാഷയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ അവർ മതേതരത്വം പറയുന്നത്. കുറച്ചെങ്കിലും ഒരു വേദിയിൽ വന്നിട്ടെങ്കിലും പറയുമല്ലോ, ഞങ്ങൾ വല്ല ഹിന്ദു മതത്തെ അങ്ങനെയാണ്, നല്ല സംഘികളോടെ എതിർപ്പുള്ളൂ, ഞങ്ങൾക്ക് നല്ല ഹിന്ദുക്കളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുള്ള ഒരു ഭാഷയെങ്കിലും ഇവിടെ പ്രയോഗിക്കും. ഇവിടുന്ന് വിട്ടാൽ നമ്മളത് കേൾക്കില്ല. അപ്പോൾ അത് ഭാരതം അത്രയും വരെ മാറ്റിയെടുത്തു. പക്ഷെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതിന് നമ്മൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷെ ഭാരതത്തിൻ്റെ ശ്രമം അതായിരുന്നു.